ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിന്റെ തെക്കൻ മേഖലയിൽ ചെറിയ ഭൂചലനമുണ്ടായതായി കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ചിന്റെ ഭാഗമായ കുവൈറ്റ് നാഷണൽ സിസ്മിക് നെറ്റ്വർക്ക് വ്യക്തമാക്കി. ശനിയാഴ്ച രാവിലെ 10:21 ചലനമുണ്ടായത്. തെക്കു പടിഞ്ഞാറൻ കുവൈറ്റിലെ മനാഖിഷ് പ്രദേശത്ത് 3.9 തീവ്രത രേഖപ്പെടുത്തി. യുഎഇയിൽ ഇന്നും നാളെയും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. കടൽ അശാന്തമായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ആരോഗ്യ പരിരക്ഷയുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിൽ കൂടി ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് തീരുമാനിച്ചു. സൗദി അറേബ്യയിലെ 1 കോടിയിലേറെ വരുന്ന പ്രവാസികൾക്ക് ഇതിന്റെ നേട്ടം ലഭ്യമാകും. ഈ വർഷം ജൂലൈ 1 മുതലായിരിക്കും പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനായി കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മികച്ച ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് പദ്ധതി ആരംഭിക്കുന്നത്. നിലവിൽ സൗദിയിലെ മുഴുവൻ ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. സർക്കാർ ആശുപത്രികളിൽ കൂടി ഇൻഷുറൻസ് സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുന്നത് മെച്ചപ്പെട്ട ചികിത്സ എല്ലാവർക്കും ലഭ്യമാകുന്നതിന് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. കുവൈറ്റിൽ പ്രത്യേകിച്ച് തെക്കൻ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കുവൈറ്റ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. തിങ്കളാഴ്ച പുലർച്ചെ ചില പ്രദേശങ്ങളിൽ നേരിയ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വാർത്താ ഏജൻസിയോട് സംസാരിച്ച കേന്ദ്രത്തിന്റെ ഡയറക്ടർ ദീരാർ അൽ അലി അറിയിച്ചു. വരും ദിവസങ്ങളിൽ താപനില ക്രമേണ വർദ്ധിക്കുന്നതോടെ കാലാവസ്ഥ സ്ഥിരതയുള്ളതായിരിക്കുമെന്നും അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം ഒമാനിൽ തിങ്കളാഴ്ച മുതൽ 2 ദിവസം ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 17 മുതൽ 2 ദിവസം ഒമാനിൽ ന്യൂനമർദ്ദം ബാധിക്കുമെന്നാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ്. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സൗദി അറേബ്യയിൽ മിക്ക സ്ഥലങ്ങളിലും ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. ഈ സാഹചര്യം തിങ്കളാഴ്ച വരെ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. അതുപോലെ എല്ലാവരും സുരക്ഷിതമായിരിക്കണമെന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലും താഴ്വരകളിലും പോകരുതെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയിലെ തെരുവ് കച്ചവടക്കാരെ ശാക്തീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായി. ബസ്താഗ് ഹൈർ എന്നു പേരിട്ടിട്ടുള്ള പദ്ധതിയിലൂടെ എല്ലാ പ്രദേശങ്ങളിലെയും തെരുവ് കച്ചവടക്കാരുടെ വികസനത്തിന് പിന്തുണ നൽകുകയാണ് മുനിസിപ്പൽ ഭവന മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. റമലാൻ അവസാനം വരെ തുടരുന്ന ഈ സംരംഭം വിവിധ മേഖലകളിലുടനീളമുള്ള 600-ലധികം തെരുവ് കച്ചവടക്കാരെ പിന്തുണയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രാലയത്തിന്റെ ഈ വിഭാഗത്തിന്റെ ചുമതലയുള്ള രാജകുമാരി നുജൂത്ത് ബിൻ ഹൽസുൽ ബിൻ അബ്ദുൽ അസീസ് അറിയിച്ചു. തെരുവ് കച്ചവട മേഖലയെ പിന്തുണയ്ക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും അർഹരായ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിൽ മുനിസിപ്പാലിറ്റികളുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതി സഹായകരമാകുമെന്നും കൂട്ടിച്ചേർത്തു. പ്രവർത്തനം നടത്തുന്നതിനുള്ള ആധുനിക മാനദണ്ഡങ്ങൾക്കനുസൃതമായി സ്റ്റാളുകൾക്കായി നിയുക്തവും ലൈസൻസുള്ളതുമായ സ്ഥലങ്ങളും പ്രമോഷണൽ പരിപാടികളും സംഘടിപ്പിക്കും. സുസ്ഥിര സാമ്പത്തിക അവസരങ്ങൾ നൽകുന്നതിലൂടെയും ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിലൂടെയും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാമൂഹിക സുരക്ഷ ഗുണഭോക്താക്കളുടെയും മറ്റുള്ളവരുടെയും കുടുംബങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും പിന്തുണയ്ക്കുന്നതിനും പദ്ധതി സഹായകരമാകും. ഏപ്രിൽ 1 മുമ്പായി എല്ലാ ഓറഞ്ച് വെള്ള ടാക്സികളും ലൈസൻസുള്ള കമ്പനികളുടെ ഭാഗമാകണമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ടാക്സി ഓപ്പറേറ്റർമാർക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി പ്രവർത്തിക്കുന്ന ഓടാക്സി, തെസ്ലി, മർഹബ, ഒമാൻ ടാക്സി, ഹല, ടാക്സി മസ്കറ്റ് എന്നിവയിൽ ചേരാം. പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ തന്ത്രപരമായ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം. ഒമാനിലെ എല്ലാ വെള്ള ഓറഞ്ച് ടാക്സികളും ലൈസൻസുള്ള സ്മാർട്ട് ആപ്ലിക്കേഷനുകളിൽ ഏപ്രിൽ ആദ്യത്തോടെ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു. ഈ മാറ്റം എളുപ്പമാക്കുന്നതിന് ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ ടാക്സി ഓപ്പറേറ്റർമാരുടെ ഉപയോഗത്തിനായി ആപ്ലിക്കേഷനും ലഭ്യമാക്കിയിട്ടുണ്ട്.
ഇത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഡ്രൈവർമാർക്കും ഓപ്പറേറ്റർമാർക്കും സിസ്റ്റവുമായി പരിചയപ്പെടാൻ മതിയായ സമയം അനുവദിക്കുകയും ചെയ്തു. നിയന്ത്രണവും മേൽനോട്ടവും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും കാര്യക്ഷമതയും ഉറപ്പാക്കി ഒമാന്റെ ഗതാഗത മേഖലയെ നവീകരിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ സുപ്രധാനമായ നീക്കമാണ് ഇതിനു പിന്നിൽ. ഒമാനിൽ ടാക്സി സേവനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ വർഷം ജാനുവരിയിലെ കണക്കനുസരിച്ച് ഒമാനിൽ 28,241 രജിസ്റ്റർ ചെയ്ത ടാക്സികളുണ്ട്. അവയിൽ പലതും കമ്പനികളുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുഗതാഗതം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളുടെ ഭാഗമായി ടാക്സി സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും ഗതാഗത അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖമീസ് മുഹമ്മദ് അൽ ഷമാഖി അറിയിച്ചു. എല്ലാ ടാക്സികളിലും ആപ്ലിക്കേഷനുകൾ വഴി മീറ്റർ ഘടിപ്പിക്കൽ ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും ആ രംഗത്ത് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇന്ന് രാജ്യത്ത് 8 ആപ്പ് അധിഷ്ഠിത ടാക്സി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിൽപ്പനയ്ക്കായി പടക്കങ്ങൾ ശേഖരിക്കുകയും കടത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രവാസികൾ പിടിയിലായി. തെക്കൻ ബാത്ന ഗവർണറേറ്റിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിലാണ് താമസ സ്ഥലത്ത് വലിയ തോതിൽ പടക്കശേഖരം കണ്ടെത്തിയത്. ജനങ്ങളുടെയും പ്രദേശത്തിന്റെയും അപകടങ്ങൾക്ക് കാരണമാക്കുന്ന തരത്തിലുള്ള പടക്കങ്ങളാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. പ്രതികൾക്കെതിരെ അധികൃതർ നിയമ നടപടികൾ സ്വീകരിച്ചതായി വ്യക്തമാക്കി. ദാഖ്ലിയ ഗവർണറേറ്റിലെ ഇസ്കി വിലായത്തിൽ നഗരസഭ ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യാപക പരിശോധന നടത്തി. 87 സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച ഭക്ഷ്യോൽപ്പന്ന വിൽപ്പന ശാലകൾക്കെതിരെ നടപടിയും സ്വീകരിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അധികൃതർ പരിശോധനകൾ നടത്തിയത്. പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണുണ്ടായത്. ചില കേസുകളിൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്തതും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി. സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പരിശോധനയിൽ 8.5 കിലോഗ്രാം ഉപയോഗശൂന്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഒമാന്റെ മുഴുവൻ ഭാഗങ്ങളിലെയും ബാർബർ ഷോപ്പുകളിൽ പരിശോധനയുമായി അധികൃതർ. വിവിധ നഗരസഭാ അധികൃതർക്ക് കീഴിലാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്കിടെ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിയമലംഘനം കണ്ടെത്തിയ കടകൾക്കെതിരെ നടപടിയും സ്വീകരിച്ചു. നിരവധി സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ബാർബർ ഷോപ്പുകളിൽ നിയമം ലംഘിച്ച് ജീവനക്കാർ തൊഴിലെടുക്കുന്നതും അധികൃതർ പരിശോധിക്കുന്നു. മസ്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പരിശോധന ശക്തമാണ്.